ഡു യു നീഡ് മോർ ക്വസ്റ്റ്യൻസ് ടു പ്രാക്ടീസ് എഡിറ്റിംഗ്? എഡിറ്റിങ്ങിന് നിങ്ങളെ സഹായിക്കുന്നതിന് ഞാനെടുത്ത ക്ലാസ്സാണ് എഡിറ്റിംഗ് ടിപ്സ് എന്ന ഈ വീഡിയോ. ഇതിൽ റെക്കോർഡിംഗ് പ്രോബ്ലംസ് കുറച്ചുണ്ടെങ്കിലും ക്ലാസ് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് ധാരാളം കുട്ടികൾ ആവശ്യപ്പെട്ട കാര്യമാണ് എഡിറ്റിംഗ് വർക്കൗട്ട് ചെയ്യുന്നതിന് കൂടുതൽ ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ആദ്യം +2 സ്റ്റുഡൻസിനെ സഹായിക്കാം. പബ്ലിക് എക്സാമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ എഡിറ്റിംഗ് ക്വസ്റ്റ്യൻസ് എങ്ങനെ എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എഡിറ്റിംഗ് ആൻസേഴ്സ് കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. എഡിറ്റിംഗ് ടിപ്സ് എന്ന ഈ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ. നിങ്ങൾ ഈ വീഡിയോ കണ്ട് എഡിറ്റിംഗ് ടിപ്സ് പഠിച്ചിരിക്കും. അഥവാ കണ്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കുന്നു. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ട്. ക്ലിക്ക് ദ ലിങ്ക് ആൻഡ് വാച്ച് ദ വീഡിയോ. ആ വീഡിയോ കണ്ട് പഠിച്ച് കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിന് കണ്ടിന്യൂ ചെയ്യുക. അതിൽ 4 ടിപ്സ് ഓഫ് എഡിറ്റിംഗ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? ലെറ്റ്സ് പ്രാക്ടീസ് സം പ്രീവിയസ് പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻസ്. ലിസൺ ദ ക്വസ്റ്റ്യൻ ഓഫ് മാർച്ച് 2019. +2 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. എഡിറ്റിങ്ങിൻ്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആൻസർ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കണം. യു ഷുഡ് underline the answer. Question number 6 is for editing. It's a 4 marks question. Let me read the question. The passage given below contains a few errors. Edit the passage appropriately. The main conflict in the story, Amigo Brothers, is that of ambition. Both the friends wants to be champions, but only one of them can be the champ. So they decide to fight out it. In the end, they realize that they value their bonding more than their ambition. Can you find out the answers? Tips of editing എന്ന വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 4 ടിപ്സ് തന്നു. When you get a question for editing, first you should check out whether there is a correction in the article. ആദ്യം നമ്മൾ ആ പാസേജിലെ ആർട്ടിക്കിളിന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ആർട്ടിക്കിൾ നമുക്കറിയാം A and the. Then check out the correction in preposition. പ്രിപ്പസിഷനിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. Then the correction in tense. ടെൻസിൽ കറക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. Then the 4th one, check out the correction in subject verb agreement. Read the passage again carefully. വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കുക. ഇതിൽ ഏതെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. The main conflict in the story, Amigo Brothers, is അത്രയും കറക്റ്റാണ്. ഇനി നോക്കുക. That of ഡബിൾ എഫ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഡബിൾ എഫ് വേണ്ട, OF. That of ambition. Next sentence, both the friends wants to be champions. അവിടെ നോക്കിയേ, both the friends wants. അപ്പോൾ അവിടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൽ മിസ്റ്റേക്ക് ഉണ്ട്. ഫ്രണ്ട്സ് വന്നതുകൊണ്ട് അവിടെ വേർബ് wants വരില്ല, want. ഓക്കെ. നെക്സ്റ്റ് സെൻറ്റൻസ്, but only one of them can be the champ. അവിടെ കറക്ഷൻ ഇല്ല. നെക്സ്റ്റ്, so they decide to fight out it. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. so they decide to fight it out. to fight out it അല്ല, to fight it out. In the end, they realize that they value their bonding more than their ambition. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. they realize that they value their bonding. അവിടെ their spelling mistake, THEIR. Look at the next question, 6th question of March 2018. Let's read the question. The passage given below contains a few errors in concord and in the use of tenses, prepositions and articles. Edit the passage for these errors. Concord means സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതാണ് കൺകോഡ് എന്ന് പറയുന്നത്. അത് ഞാൻ മറ്റു വീഡിയോയിൽ കുറേ എക്സാമ്പിൾസോടുകൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അത് ഓർമ്മിക്കുന്നില്ല എങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ആ വീഡിയോയിൽ കൺകോഡിനെ കുറിച്ച് പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുക. ആ വീഡിയോയിൽ റെക്കോർഡിങ്ങിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അത് നിങ്ങൾ ഒന്ന് ക്ഷമിക്കുക. എങ്കിലും പറ്റുന്ന തരത്തിൽ അത് കേൾക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കുക. Shall we continue the question? There was termites in the wooden box. They grew upwards from the bottom left corner in the shape of serpent. It was quite some time since he had opened the box.
What could he do about the trail of mud created by the termites? If he did not destroy it immediately, it would spread over the whole box and eat up everything that was at it. ക്വസ്റ്റ്യൻ ഒരു പ്രാവശ്യം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ മിസ്റ്റേക്സ് മനസ്സിലായി കാണും. കൂടുതൽ മിസ്റ്റേക്സ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി റീഡ് അഗെയിൻ ദ പാസേജ്. ദർ വാസ് ടെർമൈറ്റ്സ് ഇൻ ദ വുഡൻ ബോക്സ്. ആ സെൻറ്റൻസിൽ ഒരു കൺകോഡിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ലുക്ക് അഗെയിൻ. ദർ വാസ് ടെർമൈറ്റ്സ്. അവിടെ സബ്ജക്റ്റ് ടെർമൈറ്റ്സ് ആയതുകൊണ്ട് ദർ വാസ് അല്ല, ദയർ വെയർ ടെർമൈറ്റ്സ്. They grew upwards from the bottom left corner in the shape of serpent. അല്ല, in the shape of a serpent. അവിടെ ഒരു ആർട്ടിക്കിൾ എ അത്യാവശ്യം. It was quite some time since he had opened the box. What could he do about the trail of mud created by the termites? അവിടെ മിസ്റ്റേക്ക് ഒന്നുമില്ല. നെക്സ്റ്റ്, if he did not destroyed, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. did not destroyed അല്ല, did not destroy. destroyedനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ did plus destroy. okay? next, it would spread over the whole box and eat up everything that was at it അല്ല, that was in it. അത് പ്രിപ്പോസിഷനിലൊരു കറക്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം മാർച്ച് 2017. ക്വസ്റ്റ്യൻ നമ്പർ 4. Edit the following letter of recommendation correcting the mistakes if any. Dear sir, the purpose of this letter was to provide a character reference to Mr. Ram, whom I have known as a colleague and a friend for a period of 5 years. I believe I were in a position to provide you with a pretty accurate assessment of his character. As an employee, he has been very hardly working and highly committed to his job. He has also been very outgoing and always willing to help others. I would conclude saying that Mr. Ram is a fine, well-balanced person with an abundance of positive qualities. Yours sincerely, Shankar. The question is for 4 marks. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിൽ മിനിമം 4 മിസ്റ്റേക്സ് കാണും. Look at the question. Edit the following letter of recommendation correcting the mistakes if any. Dear sir, the purpose of this letter was to provide a character reference. നോക്കി, അവിടെ ടെൻസിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ പാസ്റ്റ് ടെൻസാണ് യൂസ് ചെയ്തേക്കുന്നത്. സാധാരണ നമ്മളൊരു ലെറ്റർ എഴുതുമ്പോൾ അത് പ്രസൻറ്റ് ഫോമിലാണ് എഴുതുന്നത്. അപ്പോൾ വാസ് ടു പ്രൊവൈഡ് അല്ല, ഈസ് ടു പ്രൊവൈഡ്. സെക്കൻഡ് സെൻറ്റൻസിലും ടെൻസിൻ്റെ ഒരു കറക്ഷൻ ഉണ്ട്. നോക്കി, ഐ ബിലീവ് ഐ വെയർ ഇൻ എ പൊസിഷൻ. കണ്ടോ, ഐ വെയർ അല്ല, ഐ ആം ഇൻ എ പൊസിഷൻ. ഐ ബിലീവ് I am in a position to provide you with a pretty accurate assessment of his character. As an employee, he has been very hardly working. അവിടെ നിങ്ങൾ മിസ്റ്റേക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കും. ഹാർഡ്ലി വർക്കിംഗ് അല്ല, ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിംഗ് ആൻഡ് ഹൈലി കമ്മിറ്റഡ് ടു ഹിസ് ജോബ്. He has also been very outgoing and always willing to help others. I would conclude saying that Mr. Ram is a fine, well-balanced person with an abundance of. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. വിത്ത് അബണ്ടൻറ്റ് ഓഫ് അല്ലെങ്കിൽ വിത്ത് ആൻ അബണ്ടൻസ് ഓഫ്. ഓക്കെ, ഒന്നുകിൽ വിത്ത് അബണ്ടൻറ്റ് അല്ലെങ്കിൽ ആൻ അബണ്ടൻസ് ഓഫ്. അപ്പോൾ 4 മിസ്റ്റേക്സും കണ്ടുപിടിച്ചില്ലേ? ഈസ്, ആം, ഹാർഡ് വർക്കിംഗ്, ആൻ അബണ്ടൻസ് ഓർ with abundant. Next question from March 2016. Question number 8. Edit the passage correcting the mistakes. Excitement over what drugs can do have led people to believe that any ailments, infective or psychic, can be relieved by taking a pill. Medical journals now advertises tranquilizers, amphetamines and other mood-altering drugs. Doctors prescribe them and the public expect miracles from them. It's a textual passage. ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റുവൽ പാസേജിനെ എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. എനിവേ, ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. എക്സൈറ്റ്മെൻറ്റ് ഓവർ വാട്ട് ഡ്രഗ്സ് ക്യാൻ ഡു ഹാവ് ലെഡ് പീപ്പിൾ. അവിടെ ഹാവ് കറക്ഷൻ ഉണ്ട്.
വാട്ട് ഡ്രഗ്സ് വന്നതുകൊണ്ട് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് ആണ്, കൺകോഡാണ്. ഡ്രഗ്സ് വന്നതുകൊണ്ട് ഇവിടെ ഹാവ് വരില്ല, ഹാസ് ലെഡ് പീപ്പിൾ ടു ബിലീവ് ദാറ്റ് എനി എയിൽമെൻറ്റ്സ്, അവിടെ കറക്ഷൻ ഉണ്ട്, എനി എയിൽമെൻറ്റ്സ് അല്ല, എനി എയിൽമെൻറ്റ്. ഫോർ എക്സാമ്പിൾ എനി വൺ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ, ആരെങ്കിലും, എനി വൺ. അപ്പോൾ അതുപോലെ ഇവിടെ എനി എയിൽമെൻറ്റ്. ഇൻഫെക്റ്റീവ് ഓർ സൈക്കിക് ക്യാൻ ബി റിലീവ്ഡ് ബൈ ടേക്കിംഗ് എ പിൽ. മെഡിക്കൽ ജേർണൽസ് നൗ അഡ്വർടൈസസ്. കണ്ടോ, അവിടെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ട്. ജേർണൽസ് നൗ അഡ്വർടൈസസ് വരില്ല, ജേർണൽസ് ആയതുകൊണ്ട് ഇവിടെ അഡ്വർടൈസ്. ജേർണൽസ് ആണെങ്കിൽ അഡ്വർടൈസ്, ജേർണൽ ആണെങ്കിൽ അഡ്വർടൈസസ്. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ജേർണൽസ് എന്നുള്ളതുകൊണ്ട് ആൻസർ അഡ്വർടൈസ്. മെഡിക്കൽ ജേർണൽസ് നൗ അഡ്വർടൈസ് ട്രാങ്കുലൈസേഴ്സ്, amphetamines and other mood-altering drugs. Doctors prescribe them and the public expect. അവിടെ തെറ്റാണ്. പബ്ലിക് അതൊരു കളക്റ്റീവ് നൗൺ ആയതുകൊണ്ട് അത് സിംഗുലറാണ്, അതുകൊണ്ട് അവിടെ നമ്മൾ എക്സ്പെക്റ്റ് പറയില്ല, എക്സ്പെക്ട്സ്. അതും അവിടെ ഒരു കൺകോഡാണ്, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഓക്കെ, പബ്ലിക് സിംഗുലറാണ്, അത് ഒറ്റയാണ്, കളക്റ്റീവ് നൗൺ ആയതുകൊണ്ട് നമ്മളിവിടെ എക്സ്പെക്റ്റ് അല്ല, എക്സ്പെക്ട്സ്. Okay, so the answer, public expects miracles from them. ഇനി നമുക്ക് കുറച്ച് സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം. സേ എക്സാം പലരും വിചാരിക്കും വളരെ ഈസി ആയിരിക്കുമെന്ന്. അങ്ങനെയൊന്നുമല്ല, തോറ്റിട്ട് എഴുതുന്ന കുട്ടികൾക്ക് സാധാരണ അത് ഈസിയായ ക്വസ്റ്റ്യൻ ആകേണ്ടതാണ്. നോക്കൂ എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന്. സേ എക്സാം June 2017, question number 12. Read the following letter and identify the mistakes. Correct them. Dear sir, I read your advertisement in Career News offering a correspondence course in French. I was interested in the course. I am a graduate working as a receptionist in a reputed hotel. Am I qualified to join the course? How long do the course last? How much are the fee? Does the course lead to a certificate or diploma? I should be obliged to you if you would send me the prospectus and application form of the course. Yours faithfully, Nikita Rao. ഇറ്റ് ഈസ് ഓൾസോ ഫോർ 4 marks. ഇത്രയും ലെങ്തി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ, ബട്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ലുക്ക്, ഡിയർ സർ, ഐ റെഡ് യുവർ അഡ്വർടൈസ്മെൻറ്റ് ഇൻ കരിയർ ന്യൂസ് ഓഫറിങ് എ കറസ്പോണ്ടൻസ് കോഴ്സ് ഇൻ ഫ്രഞ്ച്. ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ കോഴ്സ്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു ലെറ്ററിന് സാധാരണ നമ്മൾ പ്രസൻറ്റ് ഫോമിലാണ് എഴുതുന്നത്, ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. ഐ വാസ് ഇൻട്രസ്റ്റഡ് എന്നല്ല, ഐ ആം ഇൻട്രസ്റ്റഡ് ഇൻ ദ കോഴ്സ്. I am a graduate working as a receptionist in a reputed hotel. Am I qualified to join the course? How long do the course last? അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. How long do അല്ല, how long does the course last? How much are the fee? അവിടെ കറക്ഷൻ, how much is the fee? How much are the fee എന്ന് നമ്മൾ പറയില്ല, how much is the fee? Does the course leads to a certificate or diploma? ഡസ് ദ കോഴ്സ് ലീഡ്സ് അല്ല, ഡസ് വന്നതുകൊണ്ട് അവിടെ ലീഡ് വരുള്ളൂ. ലീഡ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ഡസ് പ്ലസ് ലീഡ്. സോ ഇവിടെ ഡസ് വന്നതുകൊണ്ട് ലീഡ്. ഡസ് ദ കോഴ്സ് ലീഡ് ടു എ സർട്ടിഫിക്കറ്റ് ഓർ ഡിപ്ലോമ? ഐ ഷുഡ് ബി ഒബ്ലൈഡ് ടു യു ഇഫ് യു വുഡ് സെൻഡ് മീ ദ പ്രോസ്പെക്ടസ്. നോക്കിയാൽ അവിടെ ഇഫ് യു വുഡ് സെൻഡ് അവിടെ സ്പെല്ലിങ്ങിൻ്റെ കറക്ഷനാണ്, SEND. വുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. SEND പാസ്റ്റ് ടെൻസ് ആണ്, SEND പ്രസൻറ്റ് ഫോമാണ് ഓർ ബേസ് ഫോമാണ്. എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ് പ്ലസ് ബേസ് ഫോം ഓഫ് ദ വേർബ്. അതുകൊണ്ട് ഇവിടെ വുഡ് പ്ലസ് സെൻഡ്, SEND. അപ്പോൾ ഇവിടെ നമ്മൾ 5 മിസ്റ്റേക്സ് നമ്മൾ കണ്ടുപിടിച്ചു. 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഏതെങ്കിലും 4 ആൻസേഴ്സ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്സും കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സേ എക്സാം June 2019, question number 4. The following passage contains some errors. Edit the passage. Environment means the surrounding on which we all live. It includes every form of living and non-living things on Mother Earth. One of the major issues we face these days are the environmental pollution.
Harmful pollutants contaminates the environment and pose serious threats to biotic and abiotic factors. ആൻസേഴ്സ് ഏതെങ്കിലും കണ്ടുപിടിച്ചോ? നോക്കേ, എൻവയോൺമെൻറ്റ് മീൻസ് ദ സറൗണ്ടിങ് ഓൺ വിച്ച് വി ഓൾ ലീവ്. അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഏതാ? ഓൺ വിച്ച് അല്ല, ഇൻ വിച്ച് വി ഓൾ ലീവ്. ഇറ്റ് ഇൻക്ലൂഡ്, അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇറ്റ് ഇൻക്ലൂഡ് അല്ല, ഇറ്റ് ഇൻക്ലൂഡ്സ്. ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് വേർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കും. അപ്പോൾ ഇവിടെ ഇറ്റ് ഇൻക്ലൂഡ്സ് every form of living and non-living things on Mother Earth. One of the major issues we face these days are environmental pollution. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, കണ്ടുപിടിച്ചോ? വൺ ഓഫ് ദ വരുമ്പോൾ അത് സിംഗുലർ ആണ്. ഇത് ഞാൻ വളരെ വിശദമായി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദ ബോയ്സ് ഈസ്. കുറേ ബോയ്സ് ഇരിക്കുന്നതിൽ ഒരാൾ, അതാണ് വൺ ഓഫ് ദ ബോയ്സ് ഈസ്. ഇവിടെ വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് ഈസ്, ആറല്ല, വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് ഈസ്. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹാംഫുൾ പൊല്യൂട്ടൻസ് കണ്ടാമിനേറ്റ്സ്. അവിടെ ഒരു കറക്ഷൻ, ഹാംഫുൾ പൊല്യൂട്ടൻസ് കണ്ടാമിനേറ്റ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് കൺകോഡ്. നോക്കിയേ, ഇവിടുത്തെ ആൻസർ ഒരു പ്രാവശ്യം കൂടെ, പൊല്യൂട്ടൻസ് കണ്ടാമിനേറ്റ്. പൊല്യൂട്ടൻറ്റ് എന്നായിരുന്നെങ്കിൽ കണ്ടാമിനേറ്റ്സ്. ഓക്കെ, മനസ്സിലായോ? ഒരു പ്രാവശ്യം കൂടെ, പൊല്യൂട്ടൻസ് കണ്ടാമിനേറ്റ്, പൊല്യൂട്ടൻറ്റ് കണ്ടാമിനേറ്റ്സ്. 4 മിസ്റ്റേക്സും കണ്ടുപിടിച്ചല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം സേ എക്സാം June 2018. Question number 6. Let me read the question. Edit the passage given below for errors. A beggar had been sitting by the side of a road for over 30 years. One day a stranger walked on. "Spare some change," mumbled the beggar, mechanical holding out his baseball cap. "I have nothing to give you," said the stranger. Then he said, "What's that you are sitting on?" "Nothing," replied the beggar. "Just an old box." "Ever look inside?" asked the stranger. "No," said the beggar. "Have a look inside?" insisted the stranger. The beggar was astonished to see that the box was filled with gold. Read again the passage to find out the errors. A beggar had been sitting by the side of a road for over 30 years. One day a stranger walked on. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. Walked on അല്ല, walked by. Walked by means walked by the side of a road. Okay. Spare some change, mumbled the beggar, mechanical holding out his baseball cap. അവിടുത്തെ മിസ്റ്റേക്സ് കണ്ടുപിടിച്ചോ? മെക്കാനിക്കൽ അല്ല, മെക്കാനിക്കലി ഹോൾഡിംഗ് ഔട്ട് ഹിസ് ബേസ്ബോൾ ക്യാപ്പ്. "I have nothing to give you," said the stranger. Then he asked, "What's that you are sitting on?" "Nothing," replied the beggar. "Just an old box. Ever look inside?" There is a mistake. Ever look inside അല്ല, ever looked inside. Ever looked inside? asked the stranger. "No," said the beggar. "Have a look inside," insisted the stranger. The beggar was astonished to see that the box was filled with gold. കണ്ടോ, അത് വളരെ ഈസിയാണ്. The box was filled with gold. Filled. ഇവിടുത്തെ കറക്ഷൻസ് മനസ്സിലായല്ലോ. 4 മിസ്റ്റേക്സ് നമ്മൾ കണ്ടുപിടിച്ചു. എഡിറ്റിങ്ങിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തു. ഇനി എഡിറ്റിങ്ങിൻ്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ സഹായിക്കാൻ മറ്റൊരു വീഡിയോ ആയി നമുക്ക് ഉടൻ കാണാം. ബൈ ബൈ.